വിഷ്ണു ചേട്ടാ, അവനെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? എന്നെ തേക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ശരിക്കും സൂയിസൈഡ് ചെയ്യും. എന്റെ പൊന്നു മോളെ, അവിവേകം ഒന്നും കാണിക്കല്ലേ. അവൻ തിരക്കായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോളെ അങ്ങോട്ട് വിളിക്കും. എന്ത് തിരക്കാ? എനിക്കറിയാം അവനൊരു തിരക്കും ഇല്ലെന്ന്. എല്ലാ ദിവസവും 23 മണിക്കൂർ അവൻ എന്നെ കോൾ ചെയ്യുന്നതാ. ഇപ്പൊ അവൻ എന്നെ കോൾ ചെയ്യാറേ ഇല്ല. എനിക്ക് നല്ല ഡിപ്രഷൻ ആവുന്നുണ്ട്. ഞാൻ ശരിക്കും സൂയിസൈഡ് ചെയ്യും. അവന്റെ പേര് മാത്രമല്ല, ഞാൻ വിഷ്ണു ചേട്ടന്റെ പേര് എഴുതി വെച്ചിട്ടേ സൂയിസൈഡ് ചെയ്യത്തുള്ളൂ. അയ്യോ, അതിന് എന്റെ പേര് എഴുതി വെക്കുന്നേ. ഹലോ മോളെ, ഹലോ. എന്തോടെ? എന്റെ ഒരു കസിൻ ചെറുക്കനുണ്ട്, അവന്റെ ലൈനായി ഇവള്. അവനാണ് ഇവളെ തേച്ചെന്ന് തോന്നുന്നു. ഇവളാണ് ആത്മഹത്യ എന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമോ. എന്റെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ഒന്നും ഇപ്പൊ പറയുന്നു. സ്വന്തം പേര് എഴുതാൻ അറിയാത്ത നിന്റെ പേര് എത്ര അവൾ എഴുതി വെക്കുന്നത്? വിളിക്കുന്നു. ഇങ്ങോട്ട് ഞാൻ സംസാരിക്കും. ഹലോ മോളെ, വിഷ്ണുചേട്ടനല്ല, വിഷ്ണുചേട്ടന്റെ കൂട്ടുകാരനാണ്. മോളെ കൊണദോഷിക്കുവാന്ന് തോന്നരുത്. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരുമാതിരി മുണഞ്ഞ പരിപാടിയാണ്. ഒരു ചെറുക്കൻ പോയ പോട്ടെ, ഇവിടെ വേറെ ചെറുക്കന്മാരില്ലേ. ചേട്ടന്റെ പേരെന്താ? ജോക്കുട്ടൻ. മോളെ, ഡിപ്രഷനെ കുറിച്ച് ചേട്ടൻ ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് തന്നാൽ തെറ്റിദ്ധരിക്കത്തില്ലല്ലോ. മോളെ, ഈ കുന്തം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ഫാനൊക്കെ കണ്ടെങ്കിൽ നമുക്ക് കയറി തൂങ്ങാൻ തോന്നും, പാലം കണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ചാടാൻ തോന്നും. അങ്ങനെ ചാടിപ്പോയി ആർക്ക് പോയി? നമുക്ക് പോയി. ചേട്ടന്റെ മോട്ടിവേഷൻ മോക്ക് ചെറുതായിട്ട് ഏക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേശ്ശെ. അളിയ, നിന്റെ മോട്ടിവേഷൻ അങ്ങ് ഏറ്റല്ലോ. അവളാണ് ഒരുത്തിനോട് ഭയങ്കര ഫോൺ ചെയ്ത്. ഒരു മിനിറ്റ്, വെറുത്തനല്ല.